മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള നടൻ അത് മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ, അതോ മറ്റേതെങ്കിലും നടനാണോ? മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള നടൻ ആരാണ്? മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് മലയാള സിനിമാ നടന്മാർ നേടിയിട്ടുള്ള അവാർഡുകളെക്കുറിച്ചും ബഹുമതികളെക്കുറിച്ചുമാണ്. മലയാള സിനിമാ നടന്മാർ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ബഹുമതികളും സ്വന്തമാക്കിയിട്ടുണ്ട്. മലയാള നടന്മാർ നേടിയിട്ടുള്ള അവാർഡുകളും ബഹുമതികളും ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയിട്ടുള്ള നടൻ ആരാണെന്ന് അറിയുന്നതിന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്കൊരു കുഞ്ഞു റിക്വസ്റ്റ് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും പലരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഇന്ന് എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയുന്ന നടനാണ് ഫഹദ് ഫാസിൽ. മലയാളത്തിലും മറ്റ് അന്യഭാഷകളിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഫഹദ് ഫാസിൽ മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള താരമാണ്. നിരവധി ദേശീയ സംസ്ഥാന ഫിലിംഫെയർ അവാർഡുകൾ ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 കേരള സംസ്ഥാന അവാർഡുകളാണ് ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 2011 ചാപ്പാക്കുരിശ്, അംഗം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് താരം സ്വന്തമാക്കി. അതിനുശേഷം 2013 ആർട്ടിസ്റ്റ്, നോർത്ത് 24 കാതം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് താരം സ്വന്തമാക്കി. അതിനുശേഷം 2019 കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ മികച്ച സ്വഭാവ നടനുള്ള കേരള സംസ്ഥാന അവാർഡും താരം നേടിയിട്ടുണ്ട്. കൂടാതെ 2017 തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ മികച്ച സഹനടനുള്ള ദേശീയ അവാർഡും ഫഹദ് ഫാസിൽ സ്വന്തമാക്കി. കൂടാതെ 3 ഫിലിംഫെയർ അവാർഡുകളും ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 2012 24 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ഫഹദ് ഫാസിൽ സ്വന്തമാക്കി. അതിനുശേഷം 2013 നോർത്ത് 24 കാതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ഫഹദ് ഫാസിൽ നേടി. അതിനുശേഷം 2017 തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ഫഹദ് ഫാസിൽ വീണ്ടും സ്വന്തമാക്കി. ഇവ കൂടാതെ 2024 മാമനൻ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഒരു ഫിലിംഫെയർ അവാർഡ് കൂടി ഫഹദ് ഫാസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് ഫഹദ് ഫാസിൽ നേടിയിട്ടുള്ള അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായിട്ട് നമ്മൾ പറയുന്ന നടനാണ് ജയസൂര്യ. മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള നടനാണ് ജയസൂര്യ. ആട് 3 എന്ന ചിത്രമൊക്കെ വളരെ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. ജയസൂര്യയുടേതായിട്ട് അടുത്തായിട്ട് വരാനുള്ള ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ചിത്രമാണ് കത്തനാർ എന്ന സിനിമ. അപ്പോൾ ജയസൂര്യ എന്ന നടൻ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു നടനാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി തവണ നേടിയിട്ടുള്ള ജയസൂര്യ നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജയസൂര്യ നേടിയിട്ടുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ 3 തവണയാണ് ജയസൂര്യയ്ക്ക് സംസ്ഥാന അവാർഡുകൾ നേടാൻ കഴിഞ്ഞത്. 2016 സൂസുസുതി, വാത്മീകം, ലുക്ക ചുപ്പി എന്നീ സിനിമകളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡാണ് ജയസൂര്യ നേടിയത്. അതിനുശേഷം 2019 ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ജയസൂര്യ സ്വന്തമാക്കി. അതിനുശേഷം 2021 വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ജയസൂര്യ നേടിയിട്ടുണ്ട്. അടുത്തതായി ദേശീയ പുരസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ 2016 സൂസുസുതി, വാത്മീകം, ലുക്ക ചുപ്പി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പ്രത്യേക പരാമർശവും ജയസൂര്യ നേടുകയുണ്ടായി. കൂടാതെ 2 ഫിലിംഫെയർ അവാർഡുകൾ ജയസൂര്യ സ്വന്തമാക്കി. 2015 അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡ് ജയസൂര്യ സ്വന്തമാക്കി. അതിനുശേഷം 2022 വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ജയസൂര്യ സ്വന്തമാക്കി. ഇത്രയുമാണ് ജയസൂര്യ നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തതായി പറയുന്ന താരമാണ് ജയറാം. പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ജയറാം നിരവധി ചിത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും നിരവധി ചിത്രങ്ങളിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകളും ജയറാം സ്വന്തമാക്കിയിട്ടുണ്ട്. ജയറാം സ്വന്തമാക്കിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ജയറാം സ്വന്തമാക്കിയത്. 1996 തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡ് ജയറാം നേടുകയുണ്ടായി. അതിനുശേഷം 2000 സ്വയംവര പന്തൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ജയറാം സ്വന്തമാക്കി. ഇതുകൂടാതെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ജയറാം നേടുകയുണ്ടായി. 2000 തെന്നാലി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജയറാം സ്വന്തമാക്കി. കൂടാതെ 3 ഫിലിംഫെയർ അവാർഡുകളാണ് ജയറാം നേടിയിട്ടുള്ളത്. 1996 തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ജയറാം സ്വന്തമാക്കി. പിന്നീട് 2001 തീർത്ഥാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ജയറാം സ്വന്തമാക്കി.
അതിനുശേഷം 2003 മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ജയറാം സ്വന്തമാക്കി. ഇത്രയുമാണ് ജയറാം നേടിയിട്ടുള്ള അവാർഡുകൾ. കൂടാതെ 2011 ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം ജയറാമിന് പത്മശ്രീ നൽകി ആദരിച്ചു. ഈ ഒരു ലിസ്റ്റിൽ അടുത്തതായി നമ്മൾ പറയുന്ന താരമാണ് പൃഥ്വിരാജ് സുകുമാരൻ. മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് പൃഥ്വിരാജ് സുകുമാരൻ. നിരവധി അവാർഡുകൾ പൃഥ്വിരാജ് നേടിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 3 തവണ പൃഥ്വിരാജ് സുകുമാരൻ നേടി. 2006 വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ അവാർഡ് കിട്ടുന്ന നടനായി അദ്ദേഹം അന്ന് മാറിയിരുന്നു. പിന്നീട് 2012 അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. അതിനുശേഷം 2024 ആടുജീവിതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. കൂടാതെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പൃഥ്വിരാജ് സുകുമാരൻ നേടിയിട്ടുണ്ട്. 2014 കാവ്യതലൈവൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച വില്ലൻ കഥാപാത്രത്തിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. ഇതുകൂടാതെ ഫിലിംഫെയർ അവാർഡുകൾ 3 തവണ പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. 2014 സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ക്രിട്ടിക്സ് അവാർഡ് പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. അതിനുശേഷം 2016 എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് വീണ്ടും പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. പിന്നീട് 2025 ആടുജീവിതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തമാക്കി. ഇത്രയുമാണ് പൃഥ്വിരാജ് സുകുമാരൻ നേടിയിട്ടുള്ള പ്രധാന അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായി പറയുന്ന താരമാണ് ജനപ്രിയ നായകൻ ദിലീപ്. മലയാള സിനിമാ പ്രേമികൾ ഏറെ ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്ത നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ദിലീപ് അനേകം അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 3 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ദിലീപ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2002 കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി അവാർഡ് ദിലീപ് സ്വന്തമാക്കി. കൂടാതെ 2005 ചാന്തുവട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി അവാർഡ് ദിലീപ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ 2011 വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ദിലീപ് സ്വന്തമാക്കി. കൂടാതെ 2003 മീശമാധവൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ദിലീപ് സ്വന്തമാക്കി. ഇത്രയുമാണ് ദിലീപ് നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായി പറയുന്ന താരമാണ് സലിംകുമാർ. ഈ അടുത്ത് അന്തരിച്ച സലിംകുമാർ മലയാള സിനിമാ പ്രേമികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. നിരവധി അവാർഡുകൾ സലിംകുമാർ നേടിയിട്ടുണ്ട്. സലിംകുമാർ നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 3 തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലിംകുമാർ സ്വന്തമാക്കുന്നത്. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലിംകുമാർ സ്വന്തമാക്കി. 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലിംകുമാർ സ്വന്തമാക്കി. കൂടാതെ 2013 അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലിംകുമാർ സ്വന്തമാക്കി. ഇവ കൂടാതെ ഒരു ദേശീയ പുരസ്കാരവും സലിംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലിംകുമാറിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് സലിംകുമാർ നേടിയിട്ടുള്ള പ്രധാന അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായി പറയുന്ന നടനാണ് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള ദുൽഖർ സൽമാൻ. മഹാനടൻ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ നിരവധി മലയാള ചിത്രങ്ങളിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകളും ദുൽഖർ സൽമാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2015 ചാർലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ദുൽഖർ സൽമാന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടാൻ സാധിച്ചു. കൂടാതെ 2023 ചുപ് റിവെഞ്ച് ഓഫ് ദി ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ അവാർഡ് ദുൽഖർ സൽമാന് നേടാൻ സാധിച്ചു. കൂടാതെ 4 തവണ ഫിലിംഫെയർ അവാർഡുകളും താരം സ്വന്തമാക്കി. 2013 സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നവാഗത നടനുള്ള ഫിലിംഫെയർ അവാർഡ് ദുൽഖർ സൽമാൻ സ്വന്തമാക്കി. അതിനുശേഷം 2015 ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ദുൽഖർ സൽമാൻ സ്വന്തമാക്കി. പിന്നീട് 2016 കമ്മട്ടിപ്പാടം, കലി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ക്രിട്ടിക്സ് ഫിലിംഫെയർ അവാർഡ് ദുൽഖർ സൽമാൻ സ്വന്തമാക്കി. പിന്നീട് 2023 സീതാരാം എന്ന തെലുങ്ക് ചിത്രത്തിന് മികച്ച നടനുള്ള ക്രിട്ടിക്സ് ഫിലിംഫെയർ അവാർഡ് ദുൽഖർ സൽമാൻ സ്വന്തമാക്കി. ഇതുകൂടാതെ 2024 ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് തെലുങ്ക് ഗദ്ദർ ഫിലിം അവാർഡിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ദുൽഖർ സൽമാൻ നേടിയിട്ടുണ്ട്.
ഇത്രയുമാണ് ദുൽഖർ സൽമാൻ നേടിയ പ്രധാനപ്പെട്ട അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തതായി പറയുന്ന താരമാണ് മുരളി. 2009 അന്തരിച്ച മുരളി എന്ന നടൻ മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട താരമാണ്. നിരവധി അവാർഡുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. മുരളി നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം മുരളി സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 6 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുരളി സ്വന്തമാക്കിയിട്ടുണ്ട്. 1991 അമരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുരളി സ്വന്തമാക്കി. പിന്നീട് 1992 ആധാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുരളി സ്വന്തമാക്കി. പിന്നീട് 1996 കാണാക്കിനാവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുരളി സ്വന്തമാക്കി. പിന്നീട് 1998 താലോലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും മുരളി സ്വന്തമാക്കി. പിന്നീട് 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുരളി നേടി. പിന്നീട് 2007 വീരാളിപ്പട്ട്, പ്രണയകാലം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുരളി സ്വന്തമാക്കി. കൂടാതെ 1992 ആധാരം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് മുരളി നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായി പറയുന്ന താരമാണ് സുരാജ് വെഞ്ഞാറമ്മൂട്. മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള സുരാജ് വെഞ്ഞാറമ്മൂട് നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. താരം നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2013 പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സുരാജ് വെഞ്ഞാറമ്മൂട് സ്വന്തമാക്കി. കൂടാതെ 4 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം താരം നേടിയിട്ടുണ്ട്. 2009 ഇവർ വിവാഹിതരായാലെന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സുരാജ് വെഞ്ഞാറമ്മൂട് സ്വന്തമാക്കി. പിന്നീട് 2010 ഒരു നാൾ വരുമെന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ഹാസ്യ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും സുരാജ് വെഞ്ഞാറമ്മൂട് സ്വന്തമാക്കി. പിന്നീട് 2013 ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച ഹാസ്യ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സുരാജ് വെഞ്ഞാറമ്മൂട് സ്വന്തമാക്കി. പിന്നീട് 2019 ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സുരാജ് വെഞ്ഞാറമ്മൂട് സ്വന്തമാക്കി. ഇത്രയുമാണ് സുരാജ് വെഞ്ഞാറമ്മൂട് നേടിയിട്ടുള്ള അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായിട്ട് പറയുന്ന താരമാണ് സുരേഷ് ഗോപി. മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള സുരേഷ് ഗോപി നിരവധി അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1998 കളിയാട്ടം എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് സുരേഷ് ഗോപിക്ക് കിട്ടി. കൂടാതെ 1998 കളിയാട്ടം എന്ന ചിത്രത്തിന് തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സുരേഷ് ഗോപി നേടുകയുണ്ടായി. കൂടാതെ 2 ഫിലിംഫെയർ അവാർഡുകളും സുരേഷ് ഗോപി സ്വന്തമാക്കി. 2014 അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് സുരേഷ് ഗോപി സ്വന്തമാക്കി. കൂടാതെ 2016 ഐ എന്ന തമിഴ് ചിത്രത്തിന് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ അവാർഡും സുരേഷ് ഗോപി സ്വന്തമാക്കി. ഇത്രയുമാണ് സുരേഷ് ഗോപി നേടിയിട്ടുള്ള പ്രധാന അവാർഡുകൾ. കൂടാതെ സുരേഷ് ഗോപിക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾ മാനിച്ച് 1998 ഇന്ത്യ ഗവൺമെൻറ് സുരേഷ് ഗോപിക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായി പറയുന്ന താരമാണ് ഭരത് ഗോപി. മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത അതുല്യ കലാകാരനാണ് ഭരത് ഗോപി. ഭരത് ഗോപി നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഭരത് ഗോപി നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1977 കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഭരത് ഗോപി സ്വന്തമാക്കി. കൂടാതെ 1991 യമനം എന്ന ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഭരത് ഗോപി സ്വന്തമാക്കി. കൂടാതെ 3 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഭരത് ഗോപി സ്വന്തമാക്കിയിട്ടുണ്ട്. 1977 കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭരത് ഗോപി സ്വന്തമാക്കി. പിന്നീട് 1980 കള്ളൻ പവിത്രൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭരത് ഗോപി സ്വന്തമാക്കി. പിന്നീട് 1982 ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഭരത് ഗോപി വീണ്ടും സ്വന്തമാക്കി. കൂടാതെ പത്മശ്രീ പുരസ്കാരവും ഭരത് ഗോപി നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്കും മലയാള നാടക ചലച്ചിത്ര മേഖലയ്ക്കും നൽകിയ സംഭാവനകൾ മാനിച്ച് 1991 ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. ഇത്രയുമാണ് ഭരത് ഗോപി നേടിയിട്ടുള്ള അവാർഡുകളും ബഹുമതികളും. ഈ ഒരു ലിസ്റ്റിൽ അടുത്തായി പറയുന്ന നടനാണ് മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി നിരവധി അവാർഡുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മമ്മൂട്ടി നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
4 തവണയാണ് ദേശീയ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. 1989 മതിലുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. 1993 വിധേയൻ, പൊന്തന്മാട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി. 1998 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. 2026 ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി. കൂടാതെ 8 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. 1981 അഹിംസ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. പിന്നീട് 1984 അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. 1985 യാത്ര, നിറക്കൂട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കി. 1989 ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. 1993 വിധേയൻ, പൊന്തന്മാട, വാത്സല്യം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി. 2004 കാഴ്ച എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. 2009 പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. പിന്നീട് 2024 ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി. കൂടാതെ നിരവധി ഫിലിംഫെയർ അവാർഡുകളും മമ്മൂട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. 1984 അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കി. പിന്നീട് 1985 യാത്ര, 1990 മതിലുകൾ, 1991 അമരം, 1997 ഭൂതക്കണ്ണാടി, 2000 അരയന്നങ്ങളുടെ വീട്, 2004 കാഴ്ച, 2006 കറുത്ത പക്ഷികൾ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 1990 അഴകൻ എന്ന തമിഴ് ചിത്രത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കി. പിന്നീട് 1992 സ്വാതി കിരണം എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കി. പിന്നീട് 2009 പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടി വീണ്ടും സ്വന്തമാക്കി. 2010 പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ്, 2014 വർഷം, 2015 പത്തേമാരി, 2024 ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡുകൾ മമ്മൂട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവ കൂടാതെ നിരവധി ബഹുമതികളും മമ്മൂട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ മമ്മൂട്ടി നേടിയിട്ടുണ്ട്. കലാരംഗത്തെ മമ്മൂട്ടിയുടെ സംഭാവനകൾ മാനിച്ച് 1998 ഇന്ത്യ ഗവൺമെന്റ് മമ്മൂട്ടിക്ക് പത്മശ്രീ നൽകി ആദരിച്ചു. പിന്നീട് 2026 രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മഭൂഷൺ നൽകി രാജ്യം മമ്മൂട്ടിയെ ആദരിച്ചു. കൂടാതെ നിരവധി സർവകലാശാലകളുടെ ഡോക്ടറേറ്റും മമ്മൂട്ടി നേടിയിട്ടുണ്ട്. ഇത്രയുമാണ് മമ്മൂട്ടി നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ. ഈ ഒരു ലിസ്റ്റിൽ അടുത്തതായി നമ്മൾ പറയുന്ന താരമാണ് മോഹൻലാൽ. മലയാള സിനിമയിലെ താരരാജാവായിട്ടുള്ള മോഹൻലാൽ നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും നിരവധി അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ നേടിയിട്ടുള്ള അവാർഡുകളും ബഹുമതികളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിരവധി തവണ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മോഹൻലാൽ നേടിയ ദേശീയ പുരസ്കാരങ്ങൾ: 1989 കിരീടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം മോഹൻലാൽ സ്വന്തമാക്കി. പിന്നീട് 1991 ഭരതം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മോഹൻലാൽ സ്വന്തമാക്കി. പിന്നീട് 1999 വാനപ്രസ്ഥം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മോഹൻലാൽ സ്വന്തമാക്കി. കൂടാതെ 2016 ജനതാ ഗ്യാരേജ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പുലിമുരുകൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശവും മോഹൻലാൽ സ്വന്തമാക്കി. കൂടാതെ നിരവധി തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മോഹൻലാൽ നേടിയ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ: 1986 TP ബാലഗോപാലൻ എം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മോഹൻലാൽ സ്വന്തമാക്കി. പിന്നീട് 1988 പാദമുദ്ര, ചിത്രം, ഉത്സവപ്പിറ്റേന്ന്, ആര്യൻ, വെള്ളാനകളുടെ നാട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡും മോഹൻലാൽ സ്വന്തമാക്കി. അതിനുശേഷം 1991 അഭിമന്യു, കിലുക്കം, ഉള്ളടക്കം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും മോഹൻലാൽ സ്വന്തമാക്കി. അതിനുശേഷം 1995
സ്ഫടികം, കാലാപാനി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും മോഹൻലാൽ സ്വന്തമാക്കി. പിന്നീട് 1999 വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മോഹൻലാൽ വീണ്ടും സ്വന്തമാക്കി. പിന്നീട് 2005 തന്മാത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മോഹൻലാൽ സ്വന്തമാക്കി. പിന്നീട് 2007 പരദേശി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും മോഹൻലാൽ സ്വന്തമാക്കി. കൂടാതെ നിരവധി തവണ ഫിലിംഫെയർ അവാർഡുകളും മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. 1986 സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മോഹൻലാൽ സ്വന്തമാക്കി. കൂടാതെ 1988 പാദമുദ്ര, 1993 ദേവാസുരം, 1994 പവിത്രം, 1995 സ്ഫടികം, 1999 വാനപ്രസ്ഥം, 2005 തന്മാത്ര, 2007 പരദേശി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനും മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മോഹൻലാൽ സ്വന്തമാക്കി. കൂടാതെ 2009 ഭ്രമരം എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി പരാമർശവും മോഹൻലാൽ സ്വന്തമാക്കി. ഈ അവാർഡുകൾ കൂടാതെ നിരവധി ബഹുമതികളും മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി അലങ്കരിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് മോഹൻലാൽ. 2009 ഇന്ത്യൻ സൈന്യത്തിൽ അംഗമായ അദ്ദേഹം 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റിന്റെ ഭാഗമാണ്. കൂടാതെ നിരവധി സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റും മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവ കൂടാതെ പത്മ പുരസ്കാരങ്ങളും മോഹൻലാൽ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനകളെ മാനിച്ച് 2001 രാജ്യം മോഹൻലാലിന് പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. കൂടാതെ 2019 പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവയൊന്നും കൂടാതെ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും മോഹൻലാൽ നേടിയിട്ടുണ്ട്. ഇത്രയുമാണ് മോഹൻലാൽ നേടിയിട്ടുള്ള പ്രധാന അവാർഡുകളും പുരസ്കാരങ്ങളും. ഈ ഒരു ലിസ്റ്റിൽ അടുത്തതായി പറയുന്ന നടനാണ് മലയാള സിനിമയുടെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന തിലകൻ. നിരവധി സിനിമകളിൽ അഭിനയിച്ച തിലകൻ നിരവധി അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട്. തിലകൻ നേടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിരവധി ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ തിലകൻ സ്വന്തമാക്കിയിട്ടുണ്ട്. തിലകൻ നേടിയ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ 1987 ഋതുഭേദം എന്ന ചിത്രത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. പിന്നീട് 1990 പെരുന്തച്ഛൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശവും തിലകൻ സ്വന്തമാക്കി. പിന്നീട് 2006 ഏകാന്തം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശവും തിലകൻ സ്വന്തമാക്കി. പിന്നീട് 2012 ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡും തിലകൻ സ്വന്തമാക്കി. കൂടാതെ തിലകൻ നേടിയിട്ടുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 1981 യവനിക എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. 1985 യാത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. 1986 പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. 1987 തനിയാവർത്തനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ വീണ്ടും സ്വന്തമാക്കി. 1988 മുക്തി, ധ്വനി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. 1989 വിവിധ സിനിമകളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിലകൻ സ്വന്തമാക്കി. 1990 പെരുന്തച്ഛൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. 1994 ഗമനം, സന്താനഗോപാലം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. കൂടാതെ 1999 കാറ്റത്തൊരു പെൺപൂവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തിലകൻ സ്വന്തമാക്കി. കൂടാതെ 2011 ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഫിലിംഫെയർ അവാർഡ് തിലകൻ സ്വന്തമാക്കി. കൂടാതെ 2006 സൗത്ത് ഇന്ത്യൻ ഫിലിംഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും തിലകൻ സ്വന്തമാക്കി. കൂടാതെ പത്മശ്രീ പുരസ്കാരവും തിലകൻ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെയും മലയാള നാടക ചലച്ചിത്ര രംഗത്തെയും മികച്ച സംഭാവനകൾ മാനിച്ച് 2009 ഭാരത സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ നടന്മാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.